ഒരു കസ്റ്റമർ നമ്മുടെ ബാങ്കിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ഇപ്പൊ ചെറിയ എമൗണ്ടുകളൊന്നും അല്ല. ഇപ്പൊ എന്റെ കേസിൽ വന്ന കേസ് 51 ലക്ഷമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ വന്നത്. അതായത് ഒരു എക്സ് മിലിറ്ററി ആയ ഒരു 75 ഓൾഡുള്ള, അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്ത ആളാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ 51 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അക്കൗണ്ട് ഹോൾഡറാണ്. അക്കൗണ്ട് ഹോൾഡറാണ്, നമുക്ക് അറിയാവുന്ന ആളുമാണ്. അപ്പൊ നമ്മൾ ഫോംസ് കൊടുത്തു. നമുക്ക് അതേ ചെയ്യാൻ, നമുക്ക് അധികം ചോദിക്കാൻ പറ്റില്ല, പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാണ് നമുക്ക് പറ്റുള്ളൂ. ഫോംസ് കൊടുക്കുമ്പോൾ ഫോംസ് പൂരിപ്പിക്കുന്ന എന്റെ മുമ്പിൽ ഇരുന്ന, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാവമാറ്റങ്ങളും ഫോൺ നോക്കി ഫോം പൂരിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നും ഒരു വിജയം. അപ്പൊ നമ്മള് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ചെയ്യാൻ തരുന്നു. അപ്പൊ ചെയ്യാൻ തരുമ്പോൾ നോക്കുമ്പോൾ വലിയ എമൗണ്ട് 51 ലക്ഷം. നമ്മൾ നാച്ചുറലി നമ്മൾ എന്താ ചെയ്യുന്നത്, അദ്ദേഹത്തിനോട് ചോദിക്കും, നിങ്ങൾ സാർ ഇത് എങ്ങോട്ടാണ് ഈ പൈസ അയക്കുന്നത്, ഇത് എന്തിനാ, എന്താ പർപ്പസ് ചോദിക്കുമ്പോൾ ഏത് മലയാളികളും ആദ്യം ചോദിക്കുന്നത് ഇത് എന്റെ പൈസ അല്ലേ, ഇത് എങ്ങോട്ട് അയക്കണേന് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണം. പക്ഷെ അവരറിയേണ്ട ഒരു കാര്യം, നമ്മുടെ പൈസ ആണ് അക്കൗണ്ടിൽ കിടക്കുന്നെങ്കിൽ പോലും അത് ബാങ്കിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അത് ഗാർഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അവരെ പോലെയോ അവരെക്കാൾ മുകളിൽ ഉത്തരവാദിത്വം നമ്മുടെ ബാങ്കേഴ്സിനുണ്ട്. അപ്പൊ നമ്മളത് ചോദിക്കുമ്പോൾ അത് എന്തിനാന്ന് പറയാമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അദ്ദേഹം പറയുന്നില്ല. അപ്പം നമ്മൾ നാച്ചുറലി നമുക്ക് ചെയ്തു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോംസ് മേടിച്ചു വെച്ചു. നോക്കിയപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, അയക്കുന്ന അക്കൗണ്ട് നോർത്ത് ഇന്ത്യൻ നെയിമും നോർത്ത് ഇന്ത്യൻ അഡ്രസ്സുമാണ്. അപ്പോൾ ഞാനത് ചെയ്തില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് അറിയാൻ എന്താ മാർഗം എന്ന് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ IFSC കോഡ് തെറ്റാണ്, നമുക്ക് അയക്കാൻ പറ്റുന്നില്ല, സാറ് നോക്കി എഴുതിയാൽ മൊബൈൽ ഒന്ന് തരാമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മൊബൈൽ തന്നു. അപ്പം ഞാൻ പുള്ളി കാണാണ്ട്, നമുക്കത് ചെയ്യുന്നത് തെറ്റാണ്, വാട്സപ്പ് എടുത്തു, ഓപ്പൺ ചെയ്തു, അക്കൗണ്ട് നമ്പർ പുള്ളി എടുത്തു തന്നു. അപ്പൊ നോക്കിയപ്പോൾ ഈ സെയിം അക്കൗണ്ട് നമ്പർ തന്നെയാണ്. പുള്ളിയുടെ ശ്രദ്ധ മാറുന്നതനുസരിച്ച് ഞാനിത് സ്ക്രോൾ ചെയ്ത് അപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഗ്രേറ്റർ മുംബൈയിൽ നിന്നാണ് മെസ്സേജ് വരുന്നുണ്ട്, കൊറിയർ നിങ്ങളുടെ അവിടുത്തെ ഒരു അക്കൗണ്ടിൽ, ഈ ആധാറുള്ള അക്കൗണ്ടിൽ കൊറിയർ വന്നിട്ടുണ്ട്, അതിനകത്ത് MDMA ഉണ്ട്, അപ്പൊ നിങ്ങളത് അറസ്റ്റ് ചെയ്യാണ്, അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു റൂമിൽ കയറണം. അവിടുത്തെ കമാൻഡ്സിലാണ് ഇങ്ങനെ വരുന്നോണ്ടിരിക്കണം. ഞങ്ങൾക്ക് പാസ്സാക്കണമെങ്കിൽ മാനേജർ വന്നു, വലിയ എമൗണ്ട് അല്ലേ, നിങ്ങൾക്ക് മാനേജർ ക്യാബിനിലോട്ട് പോകാമെന്ന്. ഞാൻ തിരക്കിന്റെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. അപ്പോൾ തിരക്കിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മാറ്റി നിർത്തിയിട്ട് എവിടെയെങ്കിലും പോയി ഇരുത്തി സംസാരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പുള്ളിയും വിളിച്ച് മാനേജർ എടുത്തു പോയി. അപ്പോൾ കാര്യം പറഞ്ഞ് ഇത് പറ്റിക്കപ്പെടുകയാണ്, ഈ പൈസ ഞാൻ ചെയ്തിട്ടില്ല, ഡിജിറ്റൽ അറസ്റ്റ് ആണ്, ഒന്ന് കൂളാകുന്നു പറഞ്ഞിരുന്നിട്ട് കാര്യം പറഞ്ഞ് പുള്ളി പറഞ്ഞ അല്ല ഇത് ചെയ്തോ, ഇത് എൻ്റെ മോൻ അയക്കാൻ വേണ്ടി തന്നെയാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോഴാണ് മേഡം പെട്ടെന്ന് ആ ഫോൺ ശ്രദ്ധിച്ച്, ഫോണിനകത്ത് ഓൺ കോളാണ്, വാട്സപ്പ് കോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുള്ളി ഹെഡ്സെറ്റും ഉണ്ട്. ഇവർ കമാൻഡ് പറയുന്നുണ്ട്, ബാങ്കിൻ്റെ അകത്ത് കയറുക, ആരെയും നോക്കരുതും, സ്റ്റാഫുകൾ ചോദിച്ചാൽ മകൻ അയക്കാനേ പറയുള്ളൂ, ഇതൊക്കെ. അപ്പം മേഡം ആ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് പുള്ളിയുടെ കാര്യം പറഞ്ഞു. എന്നിട്ട് പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല. പിന്നെ നമ്മൾ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷൻ നടത്തുന്നുള്ളതുകൊണ്ട് സാറിന് ജസ്റ്റ് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കുക. അപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. പുള്ളി അതൊക്കെ പോയി തിരക്കി സന്തോഷമായിട്ട് തിരിച്ചു വന്നു. പൈസ പോകാതെ പുള്ളി നന്ദിയും പറഞ്ഞു. ഞാനീ എന്ത് ചെയ്യും, എന്നെ അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ആരെ അറസ്റ്റ് ചെയ്തില്ല, അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ ഇങ്ങോട്ട് വന്നോളൂ, നമുക്ക് പോലീസിൽ നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.